എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ വളരെ എളുപ്പത്തിൽ കറിയൊന്നും ആവശ്യമില്ലാതെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കഴിച്ച് മടുത്തെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. ഒരു ബൗളിലേക്ക് ഞാൻ ഫസ്റ്റ് 1/4 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതേ അളവ് തന്നെ ഗോതമ്പ് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പൊടി മാത്രമായിട്ടും മൈദപ്പൊടി മാത്രമായിട്ടും ചെയ്യാം കേട്ടോ. ഞാനിവിടെ രണ്ടും കൂടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി നമ്മളിതിലേക്ക് 1/4 കപ്പ് അളവിൽ റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം, ഓവർ ചൂടൊന്നുമില്ല, ഒരു ചെറിയ ചൂട് മാത്രം ആ ഒരു വെള്ളം ചേർത്തിട്ടാണ് നമ്മളിതൊന്ന് നല്ലപോലെ ഒന്ന് ചപ്പാത്തിക്ക് ഒക്കെ മാവ് കുഴയ്ക്കുന്ന രീതിക്ക് ഒന്ന് കുഴച്ചിട്ടെടുക്കണം. ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ച് കറുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കാണാനും ഒരു ഭംഗി ഉണ്ടാവും, നല്ല ഹെൽത്തിയും ആയിരിക്കും. അപ്പോൾ അതും കൂടി ചേർത്ത് എണ്ണയൊക്കെ വെച്ചിട്ട് ഞാൻ നല്ലപോലെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു അരക്കഷ്ണം ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് നമുക്കിവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒരു പൂരിക്കൊക്കെ ഉള്ള ഒരു ബോൾസ് ആക്കി മാറ്റിയതിന് ശേഷം നമ്മളിതുപോലെ പൊടി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കാം. അതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടൻ്റെ മിക്സിൽ 1-2 സ്പൂണ് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു മുട്ടൻ്റെ ഫില്ലിങ് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് നോർമൽ നല്ല എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല, പൊട്ടിപ്പോകൊന്നുമില്ല കേട്ടോ. ഇനി മുട്ട കുറച്ച് പുറത്തായാലും പ്രശ്നമില്ല, നല്ലപോലെ കവറായിട്ട് കിട്ടും. നമ്മൾ പൂരി തന്നെയാണ് കേട്ടോ. അതിലൊരു ഫില്ലിങ് കൂടി വെക്കുമ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇങ്ങനെ പൂരി വെച്ച് ചെയ്യുകയാണെങ്കിലും നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എന്നും ഒരേ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.